ശ്രീ നാണു വിശ്വനാഥൻ, ഈ നമുക്കിവിടെ കയറ്റുമതി കമ്പനികളും കാർഗോ കമ്പനികളും വരണം, സാമ്പത്തിക ഇടപെടലുകളൊക്കെ നടക്കണം, സാധാരണക്കാർക്കിടയിലേക്ക് അത് എത്തിച്ചേരണം, തൊഴിൽ സാധ്യത സജീവമാകണം. ഇതിനെയൊക്കെ ചേർത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ലെങ്കിൽ പോലും രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി മാറുമോ കേരളം? രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റാൻ പറ്റില്ലെങ്കിലും ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും മാരിടൈം എഡ്യൂക്കേഷൻ്റെയും മാരിടൈം എംപ്ലോയ്മെൻറ്റിനകത്തിലെ ഏറ്റവും പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണ്. അതിനകത്തിൽ എനിക്ക് രണ്ടാമതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ ഈ വെക്കപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ദുബൈ ഇതിലെ ജവലാലി പോർട്ട് കൊണ്ട് നൽകപ്പെടുന്ന 20 ദശലക്ഷമോ, സിംഗപ്പൂർ പോർട്ടോ, ഷങ്കായ് പോർട്ടോ, പോർട്ട് കലങ്കായോ, ഈ പറയുന്ന ഹോങ്കോങ്ങോ, അതല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് പോർട്ടുകളോ, യൂറോപ്പിലെ പോർട്ടുകളോ, ഇന്ത്യയിലെ 2030 ആകുമ്പോൾ ഇന്ത്യയുടെ മാരിടൈം വിഷൻ പറയുന്നത് 20 ദശലക്ഷം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, 3 ലക്ഷം കോടി ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള നേപ്പാളിലും മറ്റ് സ്ഥലത്തും ഒക്കെ നടക്കപ്പെടുന്ന ഡെവലപ്മെൻറ്റ്, അതായത് ചൈനയിൽ നിന്നും കോവിഡിന് ശേഷം ഇന്ത്യ, കംബോഡിയ, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് ഈ പറയുന്ന സ്ഥലത്തേക്ക് മാനുഫാക്ചറിങ്ങും ബാക്കിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ച് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോകത്തെല്ലായിടത്തും നൽകുന്നതാണ്. ഇത് മാത്രമല്ല, ലോകം, അതായത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 14th ഗോളിനെ കൂടെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമി അല്ലെങ്കിൽ ഒരു ബ്ലൂ എക്കോണമിയിലേക്ക് ലോകം മാറുകയാണ്. ഈ ഓഷ്യൻ ബേസ്ഡ് എക്കോണമി അല്ലെ ബ്ലൂ എക്കോണമിയിലേക്ക് ലോകം മാറുമ്പോൾ ലോകത്തിന് ആവശ്യം, ഇന്ത്യക്ക് ആവശ്യം, കേരളത്തിന് ആവശ്യം സ്കിൽഡ് മാൻ പവറാണ്, ക്വാളിറ്റി പ്രൊഫഷണൽസിനെയാണ്. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും മാറി. ഇപ്പം എൻ്റെ മകൻ തന്നെ പറഞ്ഞല്ലോ, അവന് മാരിടൈം ലോ പഠിക്കാൻ വേണ്ടി അവന് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു വിദേശത്തേക്ക് വരാൻ. അവനും ഞാനും ഇന്ത്യയുടെ മാരിടൈം ചരിത്രത്തെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങൾ ഇന്ത്യൻ മാരിടൈം സെക്ടറിൽ തന്നെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഓരോ മേഖലയും ഈ ഇപ്പം തന്നെ ഇന്ന് വിഴിഞ്ഞത്ത് നടന്നിട്ടുള്ള പോർട്ട് ഷിപ്പ് ട്രയലിനകത്തിലെ എത്ര IT പ്രൊഫഷണൽസിൻ്റെ ആവശ്യം ഇനി അങ്ങോട്ട് വരുന്ന സമയത്തും നമ്മൾ IT മേഖല ഹൈപ്പർ ലൂപ്പിൻ്റെയും ചാറ്റ് ജി പി ടി റോബോട്ടിക്കിൻ്റെയും വരുന്ന അടുത്ത 30 വർഷം 40 വർഷം എങ്ങനെയാണ് ലോകം മാറുന്നത്, കാർഗോ മാനേജ്മെൻറ്റിനകത്തിലേക്ക് എങ്ങനെയാണ് മാറുന്നത്, ഷിപ്പിംഗ് ഇൻഡസ്ട്രി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, അതിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിനെ പ്രൊഫഷണൽസ് ആക്കാനും സമാന്തരമായിട്ട് എങ്ങനെ ചാർട്ടറിങ് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെസൽ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള കോസ്റ്റൽ സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗത്തു നിന്നുള്ള രാത്രി ഡബിൾ ഡക്കർ ട്രെയിൻ ഉപയോഗിച്ചോ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമുക്കിവിടെ കാർഗോ കൊണ്ടുവന്നിട്ട് കണ്ടെയ്നറിൽ വീണ്ടും ഇവിടെ വരുന്ന മദർ വെസലയിൽ നമുക്ക് കയറ്റി വിടുന്ന തരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൂടാം? ചാർട്ടറിങ് എന്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്തുകൂടാം? നമുക്ക് ഷിപ്പിംഗ് കമ്പനി തുടങ്ങാം, ഫ്രൈറ്റ് ഫോർവേഡിങ് തുടങ്ങാം, NVOCC തുടങ്ങാം, സ്റ്റീവഡോറിംഗ് തുടങ്ങാം, പോർട്ട് ഏജൻസി തുടങ്ങാം, ഈ മറൈൻ ഇൻഷുറൻസ് തുടങ്ങാം. അത് ആ സർവീസ് കൊടുക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല. കാരണം ഷിപ്പിംഗ് ഒരു ഗ്ലോബൽ ട്രേഡിൻ്റെ ഭാഗമാണ്. ദേശീയ ബിസിനസ്സിലും അന്തർദേശീയ ബിസിനസ്സിനകത്തിലും ഒരേ തരത്തിലുള്ള സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊക്കെ വിഴിഞ്ഞം പദ്ധതി എത്തണമായിരുന്നു. ഇതൊരു വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ കാണുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ലോകം ഇന്ന് കണ്ടെയ്നറിനകത്താണെന്നാണ് ഞങ്ങൾ മാരിടൈം പ്രൊഫഷണൽ പറയുന്നത്. 95% ഓഫ് ദ വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സീ ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട്. സമയം തീരെയില്ല.